നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ മേൽ വ്യക്തിപരമായി നിർബന്ധമായിട്ടുള്ള ഇബാദത്തുകൾ മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്. എന്നാൽ അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ മേൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നകും തഖറഊന ഹാദിഹിൽ ആയ, ഇദാ ഈ ഒരു ആയത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ കിതാബിൽ പാരായണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്തു, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക. നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ വഴികേടിലായവർ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യില്ല എന്ന് ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിനെ നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയായ രീതിയിലല്ല. ഇതിന്റെ അർത്ഥം വേറൊരാളുടെയും കാര്യത്തിൽ ആ നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ വേണ്ട എന്നല്ല. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നന്നാസ ഇദാ റഅൂ അദ്ദാലിം, ജനങ്ങൾ കാണുകയാണ്, ഒരു അക്രമിയെ കാണുകയാണ്, പാപങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിക്കുന്ന അല്ലെങ്കിൽ ദുൽമ ചെയ്യുന്ന ഒരാളെ കാണുകയാണ്, ഫലം യഖുദു അലാ യദൈഹി, എന്നിട്ട് അവനെ അതിനെ തൊട്ട് തടഞ്ഞിട്ടില്ല എങ്കിൽ, ഔശക അയ്യഉമ്മഹുല്ലാഹു ബിഇഖാബിൻ മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ ആ സമൂഹത്തിലേക്ക് പൊതുവായി ഇറങ്ങാൻ ആയിട്ടുണ്ട്, അടുത്ത് തന്നെ ആയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതേ സഹോദരങ്ങളെ, നാം ചെയ്യേണ്ട കാര്യമാണ്, നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ്, നമ്മുടെ മേലെയുള്ള കടമയാണ്. ഓരോ സത്യവിശ്വാസിയും അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. വ്യക്തിപരമായിട്ടുള്ള ഇബാദത്തുകൾ സമൂഹത്തിന് പൊതുവായി ബാധിക്കുന്ന ശിക്ഷയെ തടയുകയില്ല. പൊതുവായി ബാധിക്കുന്ന ശിക്ഷ തടയണമെങ്കിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറണം.